എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന ചോദ്യവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും. വിദ്യാഭ്യാസം ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള പ്രവൃത്തിയാണെങ്കിൽ, വിദ്യാഭ്യാസം സമൂഹത്തിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാൻ പര്യാപ്തമാകുന്ന ഒന്നാണെങ്കിൽ, വിദ്യാഭ്യാസം സാമൂഹ്യ പുരോഗതിക്ക് ഉപകരിക്കുന്ന ഒന്നാണെന്ന് നാം ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ വിദ്യാഭ്യാസം അതിനുപകരിക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. എങ്ങോട്ടാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ പൊതുയാത്ര? ആ പൊതുയാത്രയിൽ ഓരോ സൂചകങ്ങളെടുത്താലും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപകടകരമായ ദിശയിലേക്കാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. സാമൂഹ്യ പുരോഗതിക്ക് അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുന്ന പ്രക്രിയക്ക് സഹായമാവുന്ന നിലയിലല്ല ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ യാത്ര. ഉദാഹരണങ്ങളെടുക്കാം. മാഷ് പറഞ്ഞതിൽ നിന്ന് ചില കൂട്ടിച്ചേർക്കലുകൾ. ഒന്ന്, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഘടന എങ്ങനെയായിരിക്കണം, ഇന്ത്യൻ വിദ്യാഭ്യാസം ആരെയൊക്കെ ഉൾക്കൊള്ളുന്ന നിലയിലേക്ക് അത് വികസിക്കേണ്ടതുണ്ട് എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനും പാവപ്പെട്ടവനുമായിട്ടുള്ള മനുഷ്യർക്ക്, അവരുടെ കുട്ടികൾക്ക് കടന്നു വരാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഇന്ത്യൻ വിദ്യാഭ്യാസം. എന്തുകൊണ്ട്? അങ്ങനെ ഒരു ജനത, ഒരു ജനവിഭാഗം, അവർക്ക് മറ്റ് സാമ്പത്തികമായ തടസ്സങ്ങൾ ഏതുമില്ലാതെ കടന്നു വരാൻ പറ്റുന്ന ഘട്ടത്തിലാണ് ആ കുട്ടിയിൽ, ആ വിദ്യാർത്ഥിയിൽ സാമൂഹ്യ ബോധം ഉയർന്നു വരിക, ശക്തിപ്പെടുന്നതിന് സഹായമാകുക. മറിച്ച് പണം കൊടുത്ത് നേടേണ്ടുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ള ചിന്ത സാമൂഹ്യമായ പല പ്രശ്നങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്കാണ് നയിക്കുക. ഇന്ത്യൻ വിദ്യാഭ്യാസം പണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നൽകേണ്ടുന്ന ഒന്നാണ് എന്ന് ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ, ഇന്നത്തെ ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏത് നിലയിലുള്ള വിദ്യാഭ്യാസത്തെയാണ് ഇപ്പോൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? പൊതുവിദ്യാലയങ്ങളെയാണോ? അല്ല. ഏതിനെയാണ്? അത് പണമുള്ളവന് മാത്രം ലഭിക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകാം. ആ ഉദാഹരണം എടുക്കുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തെ തന്നെ എടുക്കാം. 2016 കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്യാമ്പയിനുകളിലൊന്നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അത് വലിയ വിജയമായി മാറിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യം എടുത്താൽ, ഇന്ത്യയിൽ ഇന്ന് ആയിരക്കണക്കായ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു. ആയിരക്കണക്കായ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഗ്രാമീണ ഇന്ത്യയിലും നഗരപ്രദേശത്തും ഉൾപ്പെടെയാണ്. ആ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് സഞ്ചരിച്ചിട്ടുണ്ടാകുക? അവർക്ക് അവരുടെ വീട്ടിനടുത്ത് വിദ്യാലയങ്ങൾ ഉറപ്പു കൊടുക്കുക എന്ന സർക്കാരിൻ്റെ ചുമതലയിൽ നിന്ന് ഇന്ത്യയിലെ സർക്കാരുകൾ പുറകോട്ട് പോയിരിക്കുന്നു. ഇനി പണം കൊടുത്ത് വാങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഴ്സറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ വലിയ നിലയിൽ ശക്തിപ്പെട്ടിരിക്കുന്നു. ആ ശക്തിപ്പെടുത്തുന്നതിന് ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്? നേതൃത്വം നൽകുന്നത് ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾ കൂടിയാണ് എന്നുള്ളത് നാം കാണേണ്ടുന്ന കാര്യമാണ്. അതിലെന്താണ്? അത് ഭരണത്തിലിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാർ. ആ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇന്ത്യയിൽ വ്യാപകമായ നിലയിൽ പൊതുവിദ്യാലയങ്ങൾ തകർക്കപ്പെടുന്നതിന് കാരണമാകുന്ന ഇത്തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ എന്ന നിലയിൽ ആരംഭിക്കപ്പെടുന്നത്. അതിൽ രാജ്യത്ത് ഇന്ന് ഏകദേശം 60 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്നത് വിദ്യാഭാരതി സിലബസ്, RSSൻ്റെ സിലബസ് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. നോക്കുക, കുട്ടികളുടെ എണ്ണത്തിൻ്റെ ആ ഒരു വലിപ്പം ഒന്ന് ആലോചിക്കുക. ഇന്ത്യയിലെ 1 കോടിയിലധികം കുട്ടികൾ പഠിക്കുന്നത് ഇന്ത്യയിലെ മതമൗലികവാദികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന, മതരാഷ്ട്രവാദികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2014 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും പെരുകിക്കൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രവാദികൾ നടത്തുന്ന വിദ്യാലയങ്ങളുടെ എണ്ണമാണ്. പൊതുവിദ്യാലയങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ ഇരട്ടിയിൽ, പൊതുവിദ്യാലയങ്ങൾ കുറയുന്നതിൻ്റെ 10 ഇരട്ടി അധികരിച്ചുകൊണ്ടാണ് ഇവിടെ മതരാഷ്ട്രവാദികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ മാഷ് പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള മതരാഷ്ട്രവാദികളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നാം പരിശോധിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ഈ RSSൻ്റെ സിലബസ് പിന്തുടരുന്ന, RSSൻ്റെ
അവരുടെ വിദ്യാഭാരതിയുടെ സിലബസ് പിന്തുടരുന്ന വിദ്യാലയങ്ങളിൽ എണ്ണം എടുത്താൽ അത് ഏകദേശം 700-നടുത്ത് വരും. അതിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതും ഓർമ്മിക്കേണ്ടുന്ന കാര്യമാണ്. ഒന്ന് കണക്കുകൂട്ടി നോക്കുക. 700-ലധികം വിദ്യാലയങ്ങൾ RSSന്റെ രാഷ്ട്രീയത്താൽ അവരുടെ സംഘടനകളാൽ നിർണയിക്കപ്പെടുന്നതായിട്ട് കേരളത്തിലുണ്ടെങ്കിൽ ആ 700 വിദ്യാലയങ്ങളിൽ ഒരു 200 കുട്ടികൾ പഠിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ എത്ര കുട്ടികൾ കേരളത്തിൽ വിദ്യാഭാരതിയുടെ RSSന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്? ആ വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് പുറത്തോട്ട് വന്നാൽ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? RSSന്റെ രാഷ്ട്രീയത്താൽ നിർണ്ണയിക്കപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ചിന്മയ വിദ്യാലയങ്ങളെ ഞാൻ പെടുത്തിയിട്ടില്ല, അമൃത വിദ്യാലയങ്ങളെ ഞാൻ പെടുത്തിയിട്ടില്ല. നേരിട്ട് RSSന്റെ വിദ്യാഭാരതിയുടെ സിലബസ് അനുസരിച്ച് പോകുന്ന വിദ്യാലയങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇതര മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളാൽ നയിക്കപ്പെടുന്ന വിദ്യാലയങ്ങളെ കൂടി പരിഗണിക്കുന്നതും പരിശോധിക്കുന്നതും നല്ലതായിരിക്കും. ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം കൂടി ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് എൻ്റെ വിദ്യാലയത്തെ തന്നെയാണ്. ഞാൻ പഠിച്ചിട്ടുള്ള വിളക്കോട് ഗവൺമെൻറ് UP സ്കൂൾ. അവിടെ ആദിവാസികൾ, ദളിത്, പിന്നോക്ക ജനവിഭാഗങ്ങളൊക്കെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. ആ വിദ്യാലയത്തിൽ 1993-ലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടായിട്ടുള്ളത് ഒരു UP സ്കൂളിൽ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ 1990-കളിൽ വലിയൊരു തർക്കം ഉടലെടുത്തു. ആ വിദ്യാലയത്തിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ആ വിദ്യാലയത്തിൻ്റെ പേര് മാറ്റണം, അതിനോടൊപ്പം ആ വിദ്യാലയത്തിൻ്റെ സമയക്രമവും മാറ്റണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായി. അങ്ങനെ അന്നത്തെ സർക്കാർ അതിനനുകൂലമായിട്ടുള്ള ഒരു നിർദ്ദേശം വെച്ചു. സ്കൂളിൻ്റെ പേര് മാപ്പളവ് സ്കൂൾ എന്നാക്കുന്നതിനും സമയക്രമം മാറ്റുന്നതിനുള്ള ഒരു നിർദ്ദേശം വന്നു. നാട് സംഘർഷഭരിതമാകുന്നു. ഒരു കൂട്ടർ പറയുന്നു ഒരു കാരണവശാലും പേര് മാറ്റാൻ പറ്റില്ല, ഒരു കൂട്ടർ പറയുന്നു സമയക്രമം മാറ്റാൻ പറ്റില്ല, മറ്റൊരു കൂട്ടർ പറയുന്നു സമയക്രമം മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം. നാട്ടിൽ കുറേ ആളുകൾ പറഞ്ഞു, നമ്മൾ നാട്ടുകാരല്ലേ, നമ്മളെല്ലാം ചേർന്ന് നിൽക്കേണ്ടവരല്ലേ, നമുക്ക് ഈ വിദ്യാലയമല്ലേ പ്രധാനം എന്ന് പറഞ്ഞിട്ട് അവിടെ മറ്റൊരു പുരോഗമനകാരികളായിട്ടുള്ള ആളുകൾ അഭിപ്രായം മുന്നോട്ട് വെച്ചു. അവിടെ PTID യോഗം നടന്നു. PTA യോഗത്തിൽ 100 കണക്കിന് ആളുകൾ PTA യോഗത്തിലേക്ക് വരികയാണ്. അന്നേ വരെ നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുണ്ട്, പശുവിനെ കെട്ടാൻ പോലും സ്കൂളിലേക്ക് വരാത്ത ആളുകൾ PTA യോഗത്തിനെത്തുകയാണ്. ഹാള് നിറഞ്ഞിട്ടുള്ള ചർച്ചയാണ്. ഒരു കൂട്ടർ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, എന്ത് തന്നെയായാലും പേര് മാറ്റിയേ പറ്റൂ. മറ്റൊരു കൂട്ടർ പറഞ്ഞു, പേര് മാറ്റാനേ പറ്റില്ല. ഭാസ്കരൻ മാഷ് എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ, സാത്വികനായ പഞ്ചായത്ത് മെമ്പർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, നമ്മൾ നാട്ടുകാരില്ലേ, നമ്മളങ്ങനെ അടി കൂടേണ്ടതുണ്ടോ? ചെവിക്കൊള്ളാൻ ആളുണ്ടായിരുന്നില്ല. ഒടുവിൽ അവിടുത്തെ സ്റ്റാഫ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന ശശിമാഷ് നടത്തിയ പ്രസംഗം ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിലെ 5ാം ക്ലാസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള ഞാൻ ഇന്ന് ഓർമ്മിക്കുകയാണ്. മാഷ് പറഞ്ഞു, നമ്മളിവിടെ സ്കൂളിൻ്റെ പേര് മാറ്റണം, സ്കൂളിൻ്റെ സമയം മാറ്റണം എന്ന് പറഞ്ഞിട്ട് അടി കൂടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇതാ നമ്മുടെ ഈ ഹാളിൻ്റെ മുകളിൽ പൊട്ടി വീഴാനായിട്ടുള്ള സ്കൂളിൻ്റെ കഴുക്കോലുണ്ട്, അത് മാറ്റണമെന്ന് നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ എന്നോർത്താണ് ഞാൻ വേദനിക്കുന്നത് എന്നുള്ളതായിരുന്നു ശശിമാഷിൻ്റെ പ്രസംഗം. ഞാനിവിടെ പറഞ്ഞത് 92 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട വർഷം. അത് വീണ്ടും മൂർച്ഛിക്കുകയാണ്. ആ മൂർച്ഛ എന്ന് പറഞ്ഞത് അത് ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. നാട് സംഘർഷഭരിതമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ സ്കൂൾ പിടിക്കണമല്ലോ. സ്കൂൾ പിടിക്കണമെങ്കിൽ എന്താണ് മാർഗം? ഭൂരിപക്ഷം ഉണ്ടാക്കണമല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലല്ലോ സ്കൂളിലെ കുട്ടികളുടെ ഭൂരിപക്ഷം. അപ്പോൾ അങ്ങനെ സ്കൂൾ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ വരുന്നു. ഒരു കൂട്ടർ കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടി സ്കൂളിൽ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ആ എണ്ണം കൂട്ടലിൻ്റെ ഇടയിൽ ഞങ്ങളുടെ നാട്ടിലെ 3.5 വയസ്സുകാരനും 4 വയസ്സുകാരനും 5 വയസ്സുകാരായിട്ട് സ്കൂളിൽ എത്തപ്പെടുകയാണ്. രസകരമായിട്ടുള്ള 93-ൽ അവിടെ എൻ്റെ വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയാണ്. തൊട്ടടുത്ത വർഷം 94-95 അവിടെ മറ്റു ചില സംഭവങ്ങളുണ്ടായിരുന്നു. ഒരു കൂട്ടർ പറയുന്നു, നമ്മളെ കുട്ടികൾ എന്തിനാണ് ഇവിടെ പഠിക്കുന്നത്, നമുക്ക് നമ്മുടെ മതക്കാർക്കൊരു പുതിയ വിദ്യാലയത്തിലേക്ക് പോയിക്കൂടി. അങ്ങനെ ഒരു മജ്ലിസ് സ്കൂള് അവിടെ വരികയാണ്. കുറേ ആളുകൾ അങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടി വരികയാണ്. അത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ നികേതൻ എന്ന അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടുള്ള ആളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. അവർ പറഞ്ഞു, നമ്മളെ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ ഇവരുടെ കൂടെ പഠിക്കുന്നത്, നമുക്ക് ഇങ്ങോട്ട് ചേർത്തുകൂടെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു നിൽക്കുമ്പോഴാണ് മറ്റൊരു സ്ഥാപനം അവിടെ വരുന്നത്. ആ സ്ഥാപനം എന്ന് പറയുന്നത് ഹോളി മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വരുന്നു. അവിടെ പിന്നെ നാട്ടിലെ സമ്പന്നരായിട്ടുള്ള എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ആദിവാസിയും ദളിതനും പട്ടിണിപ്പാവങ്ങളായിട്ട് ആളുകളും മാത്രമല്ല 1000-നടുത്ത് വിദ്യാർത്ഥികളുണ്ടായിരുന്ന ഒരു വിദ്യാലയം, 100-ൽ ചുവട് വിദ്യാർത്ഥികളുള്ള
ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി എക്കണോമിക് എന്ന പേരിലേക്ക് മുദ്ര കുത്തപ്പെടുന്നതിലേക്ക് മാറുന്നു. ഞാൻ പറഞ്ഞത് മതജാതി സംഘടനകളുടെ ഇടപെടലുകൾ ഒരു വിദ്യാലയത്തെ എങ്ങനെയാണ് പിറകോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ വർത്തമാനകാല ഉദാഹരണത്തെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. എന്നാൽ 2016 അവിടെ ഒരു മാറ്റം ഉണ്ടാകുകയാണ്. ആ മാറ്റം എന്താണ്? എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് 500-ലധികം വിദ്യാർത്ഥികളുള്ളതിലേക്ക് മാറ്റണമെന്ന് നാട്ടുകാർ തീരുമാനിക്കുന്നു. 400-ലധികം വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളായിട്ട് അത് മാറുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ആ മാറ്റം 2016 നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നിൽക്കവേ തന്നെ ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അങ്ങനെയല്ല സ്ഥിതി എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ്. മധ്യപ്രദേശിൽ മാത്രം അടച്ചുപൂട്ടപ്പെട്ട വിദ്യാലയങ്ങളുടെ എണ്ണം ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ മാത്രമല്ല, ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ അടച്ചുപൂട്ടപ്പെട്ട വിദ്യാലയങ്ങൾ. അവിടെ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പുതിയതായി ആരംഭിക്കപ്പെടുന്നത്? ആ സ്ഥാപനങ്ങൾ പൊതുവിദ്യാലയങ്ങളല്ല, അത് മതജാതി സംഘടനകളുടെ വിദ്യാലയങ്ങളാണ്. അവിടെ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? ആ കാഴ്ചപ്പാട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള പുരോഗമന ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല, ഒരു നല്ല മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്നതല്ല, സാമൂഹ്യ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കുന്നതിന് ഉപകാരപ്പെടുന്നതല്ല. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിശകലന വിദഗ്ധനായിട്ടുള്ള ദീനാനാഥ് ഭാത്ര എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് RSS സിലബസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കിടക്കുന്നത്. വിദ്യാഭാരതി സിലബസിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായിട്ട് കിടക്കുന്നത് ഗുജറാത്തിൽ ദീനാനാഥ് ഭാത്രയുടെ പുസ്തകങ്ങൾ നിർബന്ധമായി വായിക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന പുസ്തകങ്ങളുടെ ഗണത്തിലേക്ക് പെടുത്തുകയും അങ്ങനെ പെടുത്തിയപ്പോൾ എങ്ങനെയായിരിക്കണം പിറന്നാൾ ആഘോഷം എന്നുള്ളതുൾപ്പെടെ നിർവചിക്കപ്പെടുകയായിരുന്നു. ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് എഴുന്നേൽക്കേണ്ടതിനെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വന്നത്. വിശദീകരണത്തിലേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുകയല്ല. ദീനാനാഥ് ഭാത്ര അപകടകാരികളെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സംസാരിച്ചിട്ടുള്ള രവീന്ദ്ര മാഷ് ഉൾപ്പെടെയുള്ളവർ ഒരിക്കലും അടുത്തിരുത്താൻ പറ്റുന്ന ആളല്ല ദീനാനാഥ് ഭാത്രയുടെ വിശകലനം അനുസരിച്ച്. കാരണം ഞാനും പറയേണ്ടതില്ല ആരൊക്കെയാണ് ശത്രുപാളയത്തിൽ നിർത്തേണ്ടത്. ഇന്ത്യനൈസേഷൻ്റെ ഭാഗമായിട്ട് മെക്കാളയുടെ ആളുകളെയും മുസൽമാന്മാരെയും മാർക്സിയൻ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്നവരെയും അകറ്റി നിർത്തേണ്ടുന്ന ഒന്നായിട്ട് വിദ്യാഭ്യാസ മേഖലയെ നിർവചിച്ചിട്ടുള്ള ദീനാനാഥ് ഭാത്രയെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിശകലന വിദഗ്ധനായി അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നിർബന്ധിത പഠനത്തിന് വിധേയമാക്കേണ്ടുന്ന ഒന്നായിട്ട് നമ്മളോട് പറയുകയും ചെയ്യുന്നു. ഇനി അടുത്ത ദിവസം പാർലമെൻറ്റിൽ വെച്ച് RSSൻ്റെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ ഇടപെടുന്ന ഒരാളുമായി സംസാരിക്കുന്ന വേളയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാർലമെൻറ്റിലെ സംഭാഷണത്തിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പൊതുവിദ്യാലയം ശക്തിപ്പെട്ടു നിൽക്കുന്ന കേരളത്തിലുൾപ്പെടെ ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ നിങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ പൊതുവിദ്യാലയത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കൂടാ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നിട്ടുള്ള മറുപടി, BJPയുടെ MP ആയിരുന്ന അദ്ദേഹം തന്നിട്ടുള്ള മറുപടി എന്നുള്ളത്, നിങ്ങൾ പൊതുവിദ്യാലയത്തിൽ നിശ്ചയിക്കുന്ന സിലബസുകൾ സർക്കാരിൻ്റെ സിലബസ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി BJP ആണ് എന്ന് ഓർമ്മിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്നത് സർക്കാരിൻ്റെ സിലബസ് ആയിരിക്കും. അവിടെ ഞങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലയിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൊതുവിദ്യാലയങ്ങൾ തകർക്കുകയും RSSൻ്റെതായ സിലബസിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യവ്യാപകമായി രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള നയം അവർ മുന്നോട്ട് വെക്കുന്നു. ഇതാരെയാണ് സഹായിക്കുക? കേവലം സാമ്പത്തിക താല്പര്യം മാത്രമല്ല, അതിനപ്പുറത്ത് മറ്റൊരു അജണ്ട കൂടി അവിടെ നിൽക്കുകയാണ്. അത് മതരാഷ്ട്രവാദത്തിൻ്റെ ഏറ്റവും ഭീഷണമായിട്ടുള്ള അജണ്ടയാണ് എന്നുള്ളത് ഒന്ന്. ഇനി ഉന്നത വിദ്യാഭ്യാസത്തെ എടുത്താൽ, 2 മിനിറ്റ് കൂടി എടുക്കാമല്ലോ പക്ഷേ, ഉന്നത വിദ്യാഭ്യാസത്തെ എടുത്താൽ ആ ഉന്നത വിദ്യാഭ്യാസം എന്നുള്ളത് അവിടെയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്നുള്ളത് പണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മൂല്യനിർണ്ണയത്തെയും പണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവേശനം നിശ്ചയിക്കപ്പെടുന്നതുമായിട്ടുള്ള ചിത്രമാണ്. ഇന്ത്യയിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മതരാഷ്ട്രവാദത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നുള്ളത് കാണാൻ കഴിയും. മതരാഷ്ട്രവാദത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂട്ടത്തെ തന്നെ നമുക്ക് പല പല നിലയിലേക്ക് വിഭജിക്കാൻ പറ്റുന്നതുമാണ്. അങ്ങനെ വിഭജിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്താണ്? ആത്മീയവാദികളാണ് ഇന്ന്
ഭൗതികതയുടെ ഏറ്റവും വലിയ പ്രയോക്താക്കളും പ്രചാരകരും. എങ്ങനെയാണ് എന്നുള്ളതിലേക്കും വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയെ നിഷേധിക്കുന്ന, അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ആ ഭൗതിക സംവിധാനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ വാണിജ്യ താല്പര്യത്തോടുകൂടി ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ മതസംഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സംഘടനകളുടെ പേര് എടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഒവൈസിക്കുൾപ്പെടെ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയാതെ പോകരുത്. ഒവൈസി ആരാന്നുള്ളത് വിശദീകരിക്കേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം ഉൾപ്പെടെ മെഡിക്കൽ കോളേജിൻ്റെ മുതലാളിയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപന നടത്തിപ്പുകാരിൽ മതമൗലികവാദത്തോട് ചേർന്ന് നിൽക്കുന്നവരും മതമൗലികവാദികളുടെ രാഷ്ട്രീയത്തോട് ഒരിക്കൽ പോലും ഒരു തരി വിയോജിപ്പും കാണിക്കാതെ കച്ചവട താല്പര്യം നിർണയിച്ച് പോകുന്ന ആളുകളുമായിട്ടുള്ള ഒരു വലിയ കൂട്ടരാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോഴുള്ളത്. അത് പറയുമ്പോൾ സർക്കാരിൻ്റെ പോളിസി ഒന്ന് പരാമർശിക്കേണ്ടതാണ്. ഇന്ന് ലോകത്ത് ഓരോ രാജ്യങ്ങളും വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കുന്ന വിഹിതം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളത് ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറകെയാണ്. ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളത് ബംഗ്ലാദേശിൻ്റെ പുറകെയാണ്. ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒന്നല്ല. ആ അഭിമാനകരമായിട്ടുള്ള ഒന്നല്ല എന്ന് പറയുമ്പോൾ ഓരോ വർഷവും ഉണ്ടാകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നീക്കിവൽപ്പിൻ്റെ ഘടന എങ്ങനെയാണ്? ഇപ്പോഴും GDP-യുടെ 3% പോലും വിദ്യാഭ്യാസത്തിനായി നീക്കിവെക്കുന്നില്ല. 1948 ഒന്നാമത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ എസ് രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെട്ടപ്പോൾ എസ് രാധാകൃഷ്ണൻ രാജ്യത്തോട് പറഞ്ഞു എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. പിന്നീട് കോത്താരിയുടെ വിദ്യാഭ്യാസ കമ്മീഷനായാലും തുടർന്ന് വന്നിട്ടുള്ള വിദ്യാഭ്യാസ പഠനങ്ങളും എല്ലാം തന്നെ ഈ അർത്ഥത്തിലുള്ള സൂചനകളാണ് നൽകിയിരുന്നെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ ഷിഫ്റ്റ് നാം കാണാൻ തുടങ്ങുന്നത് 90-കൾക്ക് ശേഷമാണ്. ന്യൂ ലിബറൽ എക്കണോമിക് പോളിസിയുടെ കാലത്താണ്. അതിൻ്റെ അപകടകരമായിട്ടുള്ള ഒരു മുനമ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞത് 2000 കൂടിയാണ്. അവിടെയാണ് അംബാനി ബിർള കമ്മീഷൻ രൂപപ്പെടുന്നതും അവർ വിദ്യാഭ്യാസം എല്ലാ അർത്ഥത്തിലും സമ്പന്നന് മാത്രം വിട്ടുകൊടുക്കേണ്ടതാണ് എന്നുള്ള രാഷ്ട്രീയം ശക്തമായ നിലയിൽ മുന്നോട്ട് വെക്കുന്നതും അവർ പറഞ്ഞു. മാനവിക വിഷയങ്ങൾ മാത്രം സർക്കാർ ഉടമസ്ഥയിൽ നടത്തിയാൽ മതി. ഇതര ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ കോഴ്സുകളെല്ലാം തന്നെ നടത്തേണ്ടത് അത് സ്വകാര്യ സംരംഭകർക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള നിർദ്ദേശമാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അവിടെയും മറ്റൊരു കാഴ്ച കൂടി നാം കണ്ടു. ഇന്ത്യയിലെ അന്ന് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ കമ്മീഷനുകളെയും നിശ്ചയിച്ചത്, പഠന റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടത് മാനവവിഭവശേഷിയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയമായിരുന്നുവെങ്കിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് വാണിജ്യ മന്ത്രാലയമാണ് വിദ്യാഭ്യാസ കമ്മീഷനെ നിശ്ചയിച്ചത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ കമ്മീഷനെ നിശ്ചയിച്ചത് വാണിജ്യ മന്ത്രാലയമാണ് എന്നുള്ളതിലേക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല എത്തിയിരിക്കുന്നു. ഒന്നുകൂടി സൂചിപ്പിക്കുന്നത് ഈ നയത്തിൻ്റെ ഏറ്റവും ദുരിതം പേറുന്ന ജനവിഭാഗം ആരൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരം. ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സയൻസ് ഫെലോഷിപ്പ് വാങ്ങാൻ താല്പര്യപ്പെടുന്ന പഠിക്കാൻ മിടുക്കികളായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ സയൻസ് ഫെലോഷിപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരുന്നത് 10,000-ന്റെ മുകളിൽ നിന്ന് 2,000-ആയി ചുരുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ആദിവാസി ദളിത് ജനവിഭാഗങ്ങൾ രാജീവ് ഗാന്ധി സ്കോളർഷിപ്പ് 10,000-ത്തിനടുത്ത് കൊടുത്തിരുന്നുവെങ്കിൽ ആ സ്കോളർഷിപ്പിൻ്റെ എണ്ണം 3,000-ന്റെ ചുവടയിലേക്ക് വന്ന് 2,000-ന്റെ ചുവടയിലേക്ക് എത്തിയിരിക്കുന്നു. അത് ദളിത് വിദ്യാർത്ഥികളോടെന്നതുപോലെ ന്യൂനപക്ഷ വിഭാഗത്തിലെ വിദ്യാർത്ഥികളോട് മൗലാന ഫെലോഷിപ്പ് വാങ്ങിയ വിദ്യാർത്ഥികളുടെ എണ്ണം 8,000-ന്റെ മുകളിൽ നിന്ന് അത് 1,000-ത്തിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. UGCയുടെ CSIR-ന്റെ ഫെലോഷിപ്പുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരെയും ബാധിക്കുന്നു. എസ് രാധാകൃഷ്ണൻ ഫെലോഷിപ്പ് 500-ലേറെ കൊടുത്തിരുന്നുവെങ്കിൽ അത് 56-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ഫെലോഷിപ്പുകളും സാമ്പത്തിക സഹായങ്ങളും വെട്ടിച്ചുരുക്കുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്കും ആ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് കേന്ദ്ര ലിസ്റ്റിൽ എന്നുള്ളതുപോലെയുമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിനെയെല്ലാം ത്വരിതപ്പെടുത്തുകയും ആ ത്വരിതപ്പെടുത്തലിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാണ്, സ്ഥിരാധ്യാപകരെ ആവശ്യമില്ല, സ്കൂൾ കേന്ദ്രീകരിച്ച് അധ്യാപകർ പ്രവർത്തിക്കേണ്ടതില്ല, ക്ലസ്റ്റർ കേന്ദ്രീകരിച്ചുള്ള അധ്യാപകരുടെ നിയമനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. അധ്യാപകരില്ലാതെ സർവകലാശാലകൾ ഉൾപ്പെടെ നടത്താമെന്നുള്ളതിലേക്ക് ഇന്ത്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഇവിടെ നിലനിൽക്കുന്ന ജാതി മേധാവിത്വത്തിൻ്റെ അനുരണനങ്ങൾ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ IIT-യിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരിൽ ഫാക്കൽറ്റികളിൽ 80%-ലധികവും പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ
ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ ജാതി വിഭാഗത്തിൽ നിന്ന് അല്ലെന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ന്യൂനപക്ഷം വരുന്ന ഒരു സമുദായ ഘടനയിൽ നിന്ന് ഉള്ളവർ മാത്രം എങ്ങനെയാണ് ചെന്നൈ IIT-യുടെ ഫാക്കൽറ്റി ആവുന്നത്, അങ്ങനെയുള്ളവർ മാത്രം എങ്ങനെയാണ് നമ്മുടെ ഡൽഹി IIT-യിലെ ഫാക്കൽറ്റി ആവുന്നത്, അങ്ങനെയുള്ളവർ മാത്രം എങ്ങനെയാണ് റായ്പൂരിൽ അല്ലെങ്കിൽ നമ്മുടെ ഒഡീഷയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഫാക്കൽറ്റികളായി മാറിത്തരുന്നത് എന്നുള്ള അന്വേഷണം കൂടി ഇന്ന് പ്രസക്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തി ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.